വിദ്യാർത്ഥികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ തുടക്കം. കേരളത്തിലെ വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുമായി സംവദിക്കാനെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവകേരള യാത്രയുടെ ഒരു തുടർച്ച എന്നോണം വിദ്യാർത്ഥികളുമായും യുവജനങ്ങളുമായുമെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അത്തരമൊരു സംവാദത്തിന്റെ ഒരു തുടക്കമാണ് കോഴിക്കോട് ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ തുടങ്ങാനിരിക്കുന്നത്. വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി മുഖാമുഖം തന്നെ സംവദിക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കീഴിലുള്ള വിവിധ കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയോട് സംവദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഈ വിദ്യാർത്ഥികൾ അവർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാം, മുഖ്യമന്ത്രി കുട്ടികളോട് മറുപടി പറയുന്ന, അങ്ങനെ സംവദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇതിനുശേഷം യുവജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ ജനങ്ങളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന ഒരു പരിപാടിയുടെ തുടക്കം കൂടിയാവുകയാണ്. ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുമായി സംവദിക്കാനുള്ള ഒരു താല്പര്യത്തിലാണ് എത്തിയത്. അതെ, വളരെ സന്തോഷമുണ്ട് എത്തിയതിൽ. എന്തെങ്കിലും ചോദ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. അത് അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചോദിക്കും. എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും പല കുട്ടികളും വിദ്യാർത്ഥികളും ശരിക്കും മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു താല്പര്യത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള സംവദിക്കാനുള്ള ഒരു മനസ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലെന്താ ചോദ്യം കരുതിയിരിക്കുന്നത്? മനസ്സിൽ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്യാമ്പസുകൾ ആ രീതിയിലേക്ക് ഉയരണം. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും, കാരണം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മേന്മകൾ ഇങ്ങനെ വരുത്താം എന്നതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ എന്താ ചോദിക്കാൻ? അതായത് ഇപ്പൊ കുറെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങണ്ടല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെ നിർത്തലാക്കാം എന്ന് ചോദിക്കും. ഈ മേഖലയിലെ ഒരു ആശങ്കയെ കുറിച്ചുള്ള ഒരു കാര്യം ഉന്നയിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് അവർ വന്നിരിക്കുന്നത്. നിരവധി ഏത് കോളേജിലാണ്? IHRD കോളേജ്, ചീമേനി, കാസർഗോഡ് ജില്ലയാണ്. ചീമേനി അല്ലേ? എന്താ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഇപ്പം സ്റ്റഡി പ്ലസ് അബ്രോഡിലൊക്കെ വിദ്യാഭ്യാസത്തോടു കൂടെ ജോലി ചെയ്യാൻ അവസരമുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ടൈം രാവിലെ തൊട്ട് ഉച്ച വരെ, അതിനുശേഷം ജോലി ചെയ്യാനും കൂടെ ഒരു അവസരം, അതും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി, അങ്ങനെ ഒരു യൂറോപ്യൻ മോഡലിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പുതിയ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ്